ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു പക്കാവടയാണ്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പക്കാവടയല്ല കേട്ടോ. ഇത് നമ്മുടെ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ കിട്ടുന്ന പക്കാവടയാണ്. ഉള്ളിപ്പക്കവട. ഉള്ളിപ്പക്കവട തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതിനുവേണ്ടി ഞാനിവിടെ 240 ml കപ്പിന് 1 കപ്പ് നിറയെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം കറിവേപ്പില, ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 240 ml കപ്പിന് 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, ഇതിനാവശ്യമായ ഉപ്പ്. മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് മുളക് പൊടി വേണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നോക്കാം എങ്ങനെയാണ് ഈ ഉള്ളിപ്പക്കവട തയ്യാറാക്കുന്നതെന്ന്. ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, 1 കപ്പ് നിറച്ച് എടുത്ത് വെച്ചിരുന്ന ഉള്ളിയാണ്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ്, അരിപ്പൊടി, ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കൈകൊണ്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്താൽ മതി. ഉള്ളിയിൽ നല്ല വെള്ളത്തിൻ്റെ അംശം കാണും, അതുകൊണ്ട് ആദ്യം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. മാവ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നുള്ളി ഇടാൻ പറ്റുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കാരണം ഇതുപോലെ ഇങ്ങനെ നുള്ളി ഇടാനുള്ള പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അതല്ല എങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് കോരിയിട്ടാലും മതി. ബോളാക്കിയൊന്നും ഇടണ്ട, നുള്ളി ഇടുകയോ സ്പൂൺ കൊണ്ട് കോരിയിടുകയോ ചെയ്താൽ മതി. ഇതേപോലെയുള്ള 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത്. അതിനകത്ത് നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തയ്യാറാക്കിയെടുക്കാം. ആ സമയം നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. പക്കവട തയ്യാറാക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ചൂടായ എണ്ണ 1 സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് ഇതിനകത്തേക്ക് കോരിയിട്ട് കൊടുക്കാം. എപ്പോഴും പറയാറുള്ളത് പോലെ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ഫ്രൈ ചെയ്യരുത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ മാവ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. കൈകൊണ്ട് നുള്ളിയിട്ടാലും മതി. ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ആ രീതിയിൽ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇടയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം മാത്രം മതി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പക്കവടയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നുള്ളിയിട്ട് കൊടുത്തോ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുത്തോ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിപ്പക്കവട ഇവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടുത്ത കൈ കൊണ്ട് നുള്ളിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാം. കൈ കൊണ്ട് നുള്ളിയിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് ഫ്രൈ ആയി നമുക്ക് മറിച്ചിടാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇത്. നമുക്ക് ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഇവിടെ റെഡിയായി. ഞാനിത് കോരി എടുക്കുവാണേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിപ്പക്കവട ഇവിടെ റെഡിയായി. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.